സിൽവർ ലൈൻ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ ധാരണകളിൽ നിന്ന് റെയിൽവേ പിന്നോട്ടു പോയതാണ് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയത്. സ്റ്റാൻഡേർഡ് ഗേജിൽ പാത നിർമ്മിക്കുകയാണെങ്കിൽ ആ നിർദ്ദേശത്തെ തുടക്കത്തിൽ റെയിൽവേ ബോർഡും എതിർത്തില്ലെന്ന് മിനിറ്റ്സ് വ്യക്തമാക്കുന്നു. 2019 ഡിസംബർ 10 യോഗ മിനിറ്റ്സ് മീഡിയ വണ്ണിൽ ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR അംഗീകരിക്കാത്തതിന് റെയിൽവേ പറയുന്ന പ്രധാനപ്പെട്ട കാരണം സ്റ്റാൻഡേർഡ് ഗേജിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇതിനു പകരം ബ്രോഡ് ഗേജ് വേണമെന്നാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ പദ്ധതിയുടെ തുടക്കത്തിൽ ഈ നിലപാട് റെയിൽവേക്ക് ഉണ്ടായിരുന്നില്ല. 2019 ഡിസംബർ 10 പദ്ധതി സംസ്ഥാനം റെയിൽവേ ബോർഡിന് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ ആദ്യ ഭാഗത്ത് തന്നെ സ്റ്റാൻഡേർഡ് ഗേജുമായി മുന്നോട്ടു പോകാൻ തത്വത്തിൽ ധാരണയായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് തീരുമാനിക്കപ്പെട്ടത് റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് സിൽവർ ലൈൻ പദ്ധതിയുടെ DPRന്റെ എക്സിക്യൂട്ടീവ് സമ്മറിയിലും കാണാം. ബ്രോഡ് ഗേജിൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാകൂ എന്ന് റെയിൽവേ വാശി പിടിച്ചാൽ സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകും. ബ്രോഡ് ഗേജിൽ വിദേശ വായ്പ ലഭ്യമാവാനുള്ള സാധ്യത കുറയും. റെയിൽവേ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഇത് മറ്റൊരു റെയിൽവേ പാത മാത്രമായിരിക്കും. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ പണം മുടക്കണമോ എന്ന ചോദ്യവും സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട്. KR സാജു, മീഡിയ വൺ, തിരുവനന്തപുരം.